ഈശോയിൽ പ്രിയമുള്ളവരെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിന് നൽകിയിട്ടുള്ളത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയുമുള്ള തിരുവചനങ്ങളാണ്. ആർസിനെ വിശുദ്ധീകരിച്ച് നവീകരിച്ച് പുണ്യപാതയിലേക്ക് നയിച്ച വിശുദ്ധ ജോൺ മരിയ വിയാനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമുള്ള ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അതൊരു കർഷകൻ്റെ കഥയാണ്. ഈ കർഷകൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ തിരിച്ചു പോകുന്ന കാഴ്ച എപ്പോഴും വിശുദ്ധ ജോൺ മരിയ വിയാനി കാണാറുണ്ട്. അപ്പോൾ ഈ കർഷകനോട് വിശുദ്ധ ജോൺ മരിയ വിയാനി ചോദിച്ചു, തങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ തങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദേവാലയത്തിൽ ഏകനായിട്ട് ദൈവത്തെ നോക്കിയിരിക്കും, ദൈവം എന്നെ നോക്കിയിരിക്കും, അതാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുന്നു, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള പ്രാർത്ഥന എന്ന് അദ്ദേഹം പങ്കുവെച്ചതായി വിശുദ്ധ ജോൺ മരിയ വിയാനി തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഒരു വലിയ വിചിന്തനം പ്രാർത്ഥനയും ഉപവാസവും ധർമ്മദാനവും ഒക്കെ നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നും അതിൻ്റെ ചൈതന്യം എന്തായിരിക്കണമെന്നുള്ള ചിന്തകളാണ് കർത്താവ് നമ്മളോട് പറഞ്ഞു തരിക. ഈശോ പറയുന്നുണ്ട്, രഹസ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതെന്ന്. രഹസ്യങ്ങൾ അറിയുന്ന നമ്മുടെ സ്വർഗീയ പിതാവാണ് നമുക്ക് പ്രതിഫലം നൽകുന്നത്. ഭൗതികമായി ഈ ലോകത്തിൻ്റെ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി, ഈ ലോകത്തിൻ്റെതായ പ്രശംസയും അംഗീകാരവും ലഭിക്കുവാൻ വേണ്ടി ധർമ്മദാനം ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. മറ്റുള്ളവരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, പ്രശംസയും അംഗീകാരവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ധർമ്മദാനങ്ങളൊക്കെ ചിലർ ചെയ്യുന്നത്. പക്ഷെ ഈശോ പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിൻ്റെ പ്രശംസയ്ക്കോ അംഗീകാരത്തിന് വേണ്ടി ധർമ്മദാനങ്ങൾ ചെയ്യുമ്പോൾ, ഭിക്ഷ കൊടുക്കുമ്പോൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഈ ലോകം നിങ്ങൾക്ക് പ്രശംസ നൽകി കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം ഇവിടെ തീരുകയാണ്. പകരം സ്വർഗീയ പിതാവാണ് എനിക്ക് പ്രതിഫലം നൽകുന്നത് എന്നുള്ള ചിന്തയോടുകൂടെ ഒരു ഭിക്ഷുവിന് നമ്മൾ സഹായം നൽകുമ്പോൾ, ഒരു പരാസഹായങ്ങൾ നൽകുമ്പോൾ, ധർമ്മദാനങ്ങൾ ചെയ്യുമ്പോൾ പിതാവായ ദൈവം എനിക്ക് പ്രതിഫലം നൽകുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് അനുഗ്രഹീതമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാം, ധർമ്മദാനം ചെയ്യുമ്പോൾ ആ ദൈവമാണ് അറിയുന്നത്. ദൈവത്തിന് മുമ്പിൽ പ്രീതികരമായിട്ടുള്ള ഒരു ധർമ്മദാനമായിട്ട് ചെയ്യാനായിട്ടുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈശോ പറയുന്നുണ്ട് ഉപവാസത്തെക്കുറിച്ച്. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപവസിക്കുക, കർത്താവിനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉപവാസത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങൾ മറ്റുള്ളവരെ കാണിക്കാനോ, മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്നതിനോ, മറ്റുള്ളവരുടെ പ്രശംസയോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള അവരുടെ ആനുകൂല്യങ്ങളോ ഒന്നും സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. പകരം പിതാവായ ദൈവത്തോട് ചേർന്നിരിക്കാനും പിതാവിൻ്റെ സ്നേഹത്തിൽ ഒന്നായിരിക്കുവാനും അങ്ങനെ നമ്മുടെ ത്യാഗവും സമർപ്പണവും ഒക്കെ ദൈവസന്നിധിയിൽ പ്രീതികരമായ ഒരു അനുഭവമായി തീരാൻ വേണ്ടി കൂടിയാണ്. ഈ നോമ്പുകാലം നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ ദിനങ്ങളായി തീരട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവിനോട് നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന് നമ്മുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും വേദനകളും ഒക്കെ പങ്കുവയ്ക്കുവാനും, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ വലിയ ദാനം അതെൻ്റെ ഒരു വലിയ കഴിവോ എൻ്റെ സമ്പത്തോ ഞാൻ പങ്കുവയ്ക്കുന്നു എന്നുള്ള മനോഭാവത്തോടുകൂടെ പങ്കുവയ്ക്കാതെ ദൈവം തന്നു, ആ ദൈവം തന്ന ദാനത്തെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുവാനും, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പങ്കുവയ്ക്കുവാനും, അതുപോലെ തന്നെ ഉപവാസ പ്രവർത്തികളിലൊക്കെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന സ്നേഹത്തിൻ്റെ നല്ല അനുഭവങ്ങളായി തീരുവാനുമുള്ള കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.